എമ്പുരാൻ സിനിമ ആകെ മൊത്തം വിവാദത്തിലായി നിൽക്കുകയാണ്. സിനിമാ വിവാദം ഇത് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സംഭവമൊന്നുമല്ല. എന്നാൽ എമ്പുരാന്റെ കാര്യത്തിൽ മെയിൻ നായകനും സംവിധായകനും തന്നെ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അവർ തന്നെ സിനിമയിലെ ചില പാർട്സ് എഡിറ്റ് ചെയ്ത് മാറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് അങ്ങേയറ്റം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു സിനിമ ഇറങ്ങുന്നു, അതിലെ പൊളിറ്റിക്കൽ തീം ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, മറ്റവർ ചെയ്ത തെറ്റ് കാണിക്കുന്നില്ല, വൺ സൈഡഡ് ആയാണ് കാര്യങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സിനിമയെ വിമർശിക്കുന്നു. സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ അതൊരു പ്രശ്നമല്ല. സിനിമയെയും സിനിമയിലെ തീമിനെയും എത്ര വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. പക്ഷെ ഇവിടെ വലിയ എന്തോ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സിനിമയുടെ മേക്കേഴ്സ് സിനിമ ആൾട്ടർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് ആട്ടം കാണുന്നവർ എന്ന നിലയ്ക്ക് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിലെ BJP അണികളും കുട്ടി നേതാക്കളും വിമർശിച്ചത് കൊണ്ടാണ് അവർ ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒന്നാമത്തെ കാര്യം, ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമയുടെ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ ആർക്കായാലും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പൊ അതെന്തായാലും അവർ പ്രതീക്ഷിച്ച സംഭവം തന്നെയായിരിക്കണം. എന്നാൽ ഈ എഡിറ്റിംഗ് സിറ്റുവേഷനിൽ എത്തിയതും പോസ്റ്റ് ഇട്ട് ഖേദം പ്രകടിപ്പിച്ചതും ഒക്കെ കാണിക്കുന്നത് അവർ പ്രതീക്ഷിച്ചതിലപ്പുറം കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ്. ഒരു മെയിൻ സ്ട്രീം വാണിജ്യ സിനിമ എന്ന നിലയ്ക്ക് എമ്പുരാന്റെ മേക്കേഴ്സിന് സിനിമ മറ്റു പല തീമുകളും വെച്ച് എടുക്കാമായിരുന്നു. ഉദാഹരണത്തിന് ഒരു സിനിമാ തീം എന്ന നിലയ്ക്ക് ആരും വിമർശിക്കാനിടയില്ലാത്ത ഡ്രഗ്സ്, ഗാങ് വാർസ്, അങ്ങനെ പലതും. പക്ഷെ അവർ ചൂസ് ചെയ്തത് ഗുജറാത്തിലെ കലാപമാണ്. അങ്ങനെ ചൂസ് ചെയ്തതിന് പിന്നിലെ അവരുടെ ലക്ഷ്യം പലതുമായിരിക്കാം. ഒന്ന്, നാഷണൽ ലെവലിൽ സിനിമ ചർച്ച ചെയ്യപ്പെടണം എന്നതായിരിക്കാം. ഒരു മലയാളം സിനിമയ്ക്ക് കേരളത്തിന്റെ ബോർഡർ വിട്ട് ശ്രദ്ധ നേടുക എന്നത് അത്ര ഈസിയായ കാര്യമല്ല, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. പിന്നെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ എടുത്താൽ സംഘി എന്നത് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാകില്ല എന്നവർ ചിന്തിച്ചു കാണുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ചേക്കാവുന്ന വലിയൊരു വിപത്ത് എന്നതിനൊരു വാർണിംഗ് നമുക്ക് കാണിച്ചു തരാൻ ആത്മാർത്ഥമായി ശ്രമിച്ചതായിരിക്കാം. അതിന് തുടക്കത്തിലെ ഇന്റൻസ് ആയ ആ സീനുകൾ കാണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അതിലൂടെ ഇത് എത്ര ഡേഞ്ചർ ആണ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരാൻ പറ്റും. ഇതുമല്ലെങ്കിൽ സിംപ്ലി ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് റീച്ച് കൂട്ടുക എന്നത് മാത്രമായിരുന്നിരിക്കാം അവരുടെ ലക്ഷ്യം. പക്ഷെ വ്യക്തിപരമായി എന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ കാരണം എന്തായാലും ഇറ്റ് ഡസന്റ് മാറ്റർ എന്നാണ്. പ്രത്യേകിച്ച് ഓഡിയൻസിന് ആ സിനിമയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ആവോളമുണ്ട് എന്നിരിക്കെ. സിനിമ തുടങ്ങുന്നത് ഒരു ട്രെയിൻ കത്തുന്നതും ട്രെയിനിന്റെ ഉള്ളിലെ ആളുകൾ അത് കാരണം മരിക്കുന്നതും കാണിച്ചാണ്. BJP അനുഭാവികളുടെ ഏറ്റവും വലിയ പരാതി ട്രെയിൻ കത്തിച്ചതാണെന്ന് സിനിമയിൽ കാണിക്കാത്തതാണ്. എന്തുകൊണ്ടായിരിക്കാം സിനിമയുടെ മേക്കേഴ്സ് അത് കാണിക്കാത്തത്? ഒന്നാമത്തെ കാര്യം, അവർ അതിൽ വിശ്വസിക്കാത്തത് കൊണ്ടായിരിക്കാം. ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. ആ സംഭവത്തെ കുറിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത് എന്നതിനനുസരിച്ച് രണ്ട് കൺക്ലൂഷനിലും എത്താൻ സാധിക്കുന്ന തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംഭവം. അപ്പോൾ സിനിമയുടെ മേക്കേഴ്സിന് 100% അതിൽ ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം അത് കാണിക്കാത്തത്. ചിലപ്പോൾ രണ്ടാമത്തെ കാരണം, ഈ സിനിമയുടെ തീമിനെ സംബന്ധിച്ചിടത്തോളം അത് റെലവന്റ് അല്ലെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാകാം. അതായത് ഏതോ ചില ഇസ്ലാം വർഗീയവാദികൾ ഹിന്ദുക്കളെ കൊന്നതിന് ഹിന്ദു വർഗീയവാദികൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിംസിനെ കൊന്നെടുക്കുന്നു. ട്രെയിൻ കത്തിച്ചത് മുസ്ലിം വർഗീയവാദികളാണെന്ന് ഉറപ്പിച്ചാൽ പോലും അത് കഴിഞ്ഞ് ഹിന്ദു വർഗീയവാദികൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അഡ്രസ് ചെയ്യേണ്ട വലിയ പ്രശ്നം ഹിന്ദു ഫണ്ടമെന്റലിസം ആണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാകാം അവർക്ക് റെലവന്റ് അല്ലെന്ന് തോന്നിയ ഭാഗം കാണിക്കാത്തത്. അപ്പോൾ ഒരു സംഭവത്തിന്റെ രണ്ട് വശവും പൂർണ്ണമായി കാണിക്കാത്തത് തെറ്റല്ലേ എന്ന് തോന്നി അതിനെ ചോദ്യം ചെയ്യുന്നത്, വിമർശിക്കുന്നത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അതിനുള്ള സ്പേസ് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇപ്പോൾ അതല്ല സംഭവിച്ചിരിക്കുന്നത്. മേക്കേഴ്സിന് അത് എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അതിനോട് യോജിക്കാൻ എന്തായാലും പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആർട്ടിസ്റ്റുകൾക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ഇതൊരു നല്ല ഉദാഹരണമല്ല സെറ്റ് ചെയ്യുന്നത്. സിനിമാ ക്രിറ്റിക്സ് പല സിനിമകളെയും കൊടൂരമായി വിമർശിക്കാറുണ്ട്. പക്ഷെ സിനിമ മാറ്റണം, ബാൻ ചെയ്യണമെന്ന് ആരും പറയാറില്ല. കാരണം അങ്ങനെ ആവശ്യപ്പെട്ട് തുടങ്ങിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പൂട്ടിടുന്നതിന് തുല്യമാകുമെന്ന ചിന്ത കൊണ്ടാകാം. ഇവിടെ മേക്കേഴ്സ് സിനിമ എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതിന് ഞാൻ അവരെയല്ല കുറ്റപ്പെടുത്തുന്നത്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്കറിയില്ല ശരിക്കും അവർ അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണമെന്ന്. അപ്പോൾ ശരിക്ക് സിനിമ കണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരത്തിൽ മേക്കേഴ്സിന്റെ കൂടെ നിൽക്കുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ അറ്റ്ലീസ്റ്റ് അത് സിനിമയാക്കി നമ്മുടെ മുന്നിൽ കാണിക്കാനുള്ള ധൈര്യം ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇനി സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരല്ലെങ്കിലും ഇങ്ങനെയുള്ള കട്ടിംഗ്, ബാനിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. അതായത് ആർക്കാണോ പവർ കൂടുതലുള്ളത് അവർ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കണം കാര്യങ്ങൾ എന്നതിനെ നിങ്ങൾ ഇവിടെ ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് എമ്പുരാൻ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.